ആത്മാവ് സ്വാന്തനപ്പെടുത്തുന്നിടത്ത് സ്വാന്തനം വരുത്തണം. ദൈവകൃപ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദിവസത്തിലിരുന്നാട്ടെ. ഈ പകൽ ദൈവത്തെ ആരാധിപ്പാനുള്ള പകൽ ദൈവം നമുക്ക് തന്നതാണ്. കഴിഞ്ഞ ആറാഴ്ച കണ്ട എത്രയോ പേരാണ് ഈ സൺഡേ കാണാൻ കഴിയാതെ ഭൂമിയിൽ നിന്ന് പെട്ടെന്ന് മാറ്റപ്പെട്ടു. പ്രതീക്ഷിച്ചതല്ല, പക്ഷേ അപ്രതീക്ഷിതമായി പലരും ഭൂമിയിൽ നിന്ന് നീക്കപ്പെട്ടു. നമുക്കെന്തിനാണ് ഒരു ഞായറാഴ്ച കൂടെ ദൈവം തന്നത്? ഈ ഭൂമിയിൽ ദൈവത്തെ ആത്മാവിനും സത്യത്തിലും ആരാധിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. നാം അതിനായി ദൈവസന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ ആരാധിക്കാൻ വരുമ്പോൾ നമ്മൾ ആരാധന സ്ഥലത്തിന് മീതെ സ്വർഗം തുറക്കും. ഇന്ന് സ്വർഗം ഇവിടെ തുറന്നിട്ടുണ്ട്. ഈ ആരാധന മീതെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഇടപെടും, നമ്മോട് സംസാരിക്കും, നമ്മെ ബലപ്പെടുത്തും. നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരുപോലെ ദൈവം ബലം കൽപ്പിക്കും. ഈ പകൽക്കാലം അനുഗ്രഹത്തിൻ്റെ പകലാണ്. ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെയൊക്കെ നടത്തിയ ദൈവം ഞങ്ങളെയും ജയോത്സവമായി നടത്തി. ഒരിക്കലും ജീവിതത്തിൽ പെറുപിറുപ്പ് പാടില്ല ദൈവമക്കളെ. ജീവിതത്തിൽ എല്ലായ്പ്പോഴും എല്ലാം അനുകൂലമല്ല, കൂടുതലും പ്രതികൂലങ്ങളാണ്. എന്നാൽ പ്രതികൂലങ്ങളിൽ തളരാതിരിക്കണമെങ്കിൽ ദൈവകൃപ വേണം. കൊച്ചു കൃപ പോരാ, കുറേ അളവിൽ പോരാ, വലിയ അളവിൽ ദൈവകൃപ വേണം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ദൈവമക്കൾ, വിശ്വാസികൾ പരാജയപ്പെടുന്നത്? പല മേഖലകളിലും വിശ്വാസികൾ പരാജയമുണ്ടാകുന്നു. ദൈവകൃപയുടെ കുറവാണ്. കൃപയുടെ ഒഴുക്ക് നഷ്ടപ്പെടുന്നതാണ്. എവിടെയോ ഏതാണ് തടസ്സമുണ്ട്. കൃപയുടെ ഒഴുക്ക് വരാൻ തടസ്സമുണ്ട്. ആത്മാവിൻ്റെ ശക്തി പകരപ്പെടുന്നതിന് തടസ്സമുണ്ട്. ആ തടസ്സം കണ്ടുപിടിച്ച് മാറ്റണം, എടുത്തു മാറ്റണം. നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടം പാടമുള്ള സ്ഥലമാണ്, നെൽവയലുകളാണ്. വെള്ളം കയറാനായിട്ട് ഈ ബണ്ടിനകത്തുനിന്ന് തുറന്നു വെക്കും. മെയിൻ സ്ഥലത്തേക്ക് അത് തോടാണ്. ആ തോടിൽ നിന്ന് തുറന്നു വെക്കും. ഓരോ കണ്ടത്തിനും വരമ്പുകളുണ്ട്. ആ വരമ്പുകൾ തുറന്നു വെച്ചാണ്, ചെറുതായി തുറന്നു വെച്ച് അടുത്ത കൃഷിസ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുവരികയാണ്, അടുത്ത കണ്ടത്തിലേക്ക്. എന്നാൽ അത് തുറന്നു വെച്ചിട്ട് അതിൻ്റെ ആ ഉടമസ്ഥൻ കുറേ സമയം അവിടെ ഇങ്ങനെ വരമ്പത്തൂടെ എല്ലാം നടക്കും. അപ്പോൾ എവിടെയെങ്കിലും വല്ല കട്ടയോ വല്ല ഇടിഞ്ഞ് ഇറങ്ങി ആ തുറന്നു വെച്ച ആ വായ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പെട്ടെന്ന് വന്ന് ആ കട്ടയെടുത്ത് മാറ്റും, ഒഴുക്ക് ശരിയായി വരാൻ. അല്ലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും. അല്ലെ വല്ല കാടോ പടപ്പോ വല്ല പായലോ വല്ലതും ഒക്കെ ഒഴുകി വന്നത് അവിടെ വന്ന് ഇരുന്ന് അടഞ്ഞു പോയാൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെടും, ഒഴുക്ക് ശരിയാകത്തില്ല. പ്രതീക്ഷിച്ച പോലെ വെള്ളം ആ നിലത്തെ കിട്ടാതെ വരും. അപ്പോൾ എന്തോ സംഭവിക്കും? കിളിർപ്പ് ശരിയാകുകയില്ല, ആഴത്തിലേക്ക് വേരിറങ്ങത്തില്ല, അത് കരിഞ്ഞു പോകാൻ ഇടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ ദൈവം പലപ്പോഴും തരുന്ന ചില നന്മയുടെ വഴികളുണ്ട്. ദൈവം തുറന്നു വച്ചിരിക്കുകയാണ്. പക്ഷേ അത് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത് ആ ഒഴുക്കിന് തടസ്സം വരുന്നതുകൊണ്ടാണ്. തടസ്സം കണ്ടുപിടിക്കണം. അത് ചിലപ്പോൾ നമ്മുടെ സംസാരമായിരിക്കും, നമ്മുടെ ചിന്താഗതികളായിരിക്കും, നമ്മുടെ പ്രവൃത്തികൾ, ഇടപാടുകളായിരിക്കും. കണ്ടുപിടിക്കണം, ക്രമീകരണം വരണം. ഹല്ലേലൂയ. അല്ല എങ്കിൽ ദൈവത്തെ തെറ്റുപറഞ്ഞൊരു കാര്യമില്ല. ദൈവം തുറന്ന് വഴി വെച്ചിരിക്കുകയാണ്. വിടുതൽ ഏറ്റെടുപ്പാൻ നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. അത് പ്രാപിക്കണം. ഞാനിങ്ങനെ രാവിലെ വചനത്തിൽ കൂടെ പോയപ്പോൾ പരിശുദ്ധമ്മ പല കാര്യങ്ങളെ മനസ്സിലാക്കുന്നു. ഒരു വലിയ കോഴി വളർത്തുന്ന കൂട്. ഒരുപാട് കോഴികൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം പലതും ചത്തും ഇല്ലാതെയും ഒക്കെ ആയിപ്പോയി. എവിടെയൊക്കെ പോയെന്ന് ആൾക്കാർ. ഇനി ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ പോയൊരു കാര്യം പറയാം. ആ കൂടിൻ്റെ മൂലയ്ക്ക് ഒരു പാമ്പ്, ഒരു പെരുമ്പാമ്പാണ്. അതിങ്ങനെ തുറകൂടി അവിടെ മൂലയ്ക്ക് ഇരിക്കുക. പെട്ടെന്ന് ആരും ശ്രദ്ധയിൽ പെടത്തില്ല.
ഈ കൂട് തുറന്നു കിടക്കുകയാണ്. എന്നാൽ 3 കോഴികൾ അതിനകത്തുണ്ട്. ഈ കോഴി കൊക്കുമൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെ കണ്ടപ്പോൾ കോഴിക്ക് മനസ്സിലായി ആ പെരുമ്പാമ്പ് കോഴിയെ വിഴുങ്ങുന്നതാണ്. എന്നിട്ടും ആ കോഴികൾ അതിനകത്ത് തന്നെ നിൽക്കുക, കൂട് തുറന്നിട്ടിരിക്കുക. അതിനെ രക്ഷ വേണമെങ്കിൽ കൂടിന് പുറത്തു പോകാം. പക്ഷെ അത് കൂടിന് പുറത്തു പോകാതെ അതിനകത്ത് തന്നെ നിൽക്കുന്നു. അതിൻ്റെ അവസ്ഥ നിമിഷങ്ങൾ കഴിയുമ്പോൾ എങ്ങനെയായിത്തീരും? അത് പെരുമ്പാമ്പിൻ്റെ വയറ്റിൽ പോകും. ഇത് വാതിൽ തുറന്നിട്ടാലും ചില വ്യക്തികൾ പരിശുദ്ധാത്മാവിൽ പറയുക രക്ഷപ്പെടണമെന്ന മനസ്സിനകത്തുണ്ടെങ്കിലും നടത്തിയെടുക്കുന്നില്ല. വാതിൽ തുറന്നു കിടക്കുക, രക്ഷപ്പെട്, പുറത്തു വാ, അതിനകത്ത് അപകടമാണ്, അപകടത്തിൽ നിന്ന് പുറത്തു വാ, അത് ശത്രുവിന്റെ പാളയമാണ്, പുറത്തു വാ. പക്ഷെ ചിലർ വരത്തില്ല. ഉള്ളിൽ അപകടം, ആപത്ത്, നഷ്ടം, കഷ്ടം, ദുഃഖം എല്ലാം ഭവിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രിയ വിശ്വാസികൾക്ക് വേണ്ടിയൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ എന്നെ പരിശുദ്ധമാവിനോട് പറയുന്നത് മനഃപൂർവ്വം ദോഷങ്ങൾ വരുത്തി വയ്ക്കുകയാണ് പലരും. അതുകൊണ്ട് ആത്മീയ യാത്ര സുഗമമാകുന്നില്ല. ആത്മീയ യാത്രയിൽ വരുന്ന ആ ഒരു 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 പോക്കിൻ്റെ സ്പീഡ് പലർക്കും കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്താൻ കഴിയത്തില്ല. നമ്മുടെ ഉദ്ദിഷ്ട സ്ഥാനം എന്ന് പറയുന്നത് നിത്യതയാണ്. അവിടേക്ക് എത്താൻ കഴിയത്തില്ല പലർക്കും. 11 മണിക്ക് ഇൻ്റർവ്യൂ വെച്ചിരിക്കുകയാണ്. വിചാരിക്കുക വണ്ടി സ്പീഡായിട്ട് പോകുന്നില്ല, അതിങ്ങനെ പമ്മി നിൽക്കുക. എടാ നീ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി വിട്. അവനങ്ങോട്ട് മനസ്സ് വരുന്നില്ല. അവിടെ ചെന്നപ്പോൾ 12:30 11 മണിക്കാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവരെ ഓഫീസിൽ ലോക്ക് ചെയ്ത് സ്ഥലം വിട്ടു. ഇവൻ അവിടെ പോയിട്ട് വെറുതെ നിരാശനായി മടങ്ങിപ്പോയി. ആരുടെ കുഴപ്പമാണ്? എൻ്റെ തന്നെ കുഴപ്പമാണ്. ഒരു ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് എത്തേണ്ട സമയങ്ങളിൽ എത്തണം. ദൈവം ഇന്ന് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിൻ്റെ പ്രേരണ തന്നാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മരുഭൂമി യാത്രയിൽ ഹല്ലേലൂയ നമുക്ക് ചില നേട്ടങ്ങൾ തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനെ കോട്ടമാക്കി തീർക്കാൻ സാത്താനെ കിണഞ്ഞ് ശ്രമിക്കുക. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനനുസരിച്ച് മുൻപോട്ട് നീങ്ങുന്നില്ലെങ്കിൽ ദോഷം നമുക്ക് ഭവിക്കും. അടുത്ത ദിവസങ്ങൾ നമുക്കെല്ലാവർക്കും ആത്മീയ പുഷ്ടി പ്രാപിച്ച് ജയത്തോടെ മുന്നേറണം. അതിനായി ദൈവകൃപ പിന്നെയും ധാരാളമായി പ്രാപിക്കണം എന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ സ്നേഹത്തോടെ നിങ്ങളോട് പറയുകയാണ്. ഈ 4-ാം സങ്കീർത്തനം 3-ാം സങ്കീർത്തനത്തിൻ്റെ തുടർച്ചയാണ്. അബ്ശാലോമിന് മുമ്പിൽ നിന്ന് ദാവീദ് ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനത്തിൻ്റെ തുടർച്ചയാണ്. അബ്ശാലോം മകനാണ്. ആ മകൻ്റെ മുമ്പിൽ നിന്ന് ഓട്ടം ഓടേണ്ടി വന്നു. ഒറ്റയ്ക്കല്ല ഓടിയത്, തൻ്റെ കൂടെയുള്ള ജനവും കൂടെ. അങ്ങനെ ഓടിപ്പോയത്. ഒരു പറ്റം ജനം തൻ്റെ കൂടെ ഇറങ്ങിപ്പോരുന്നു. അവർക്കറിയാം ഒരിക്കൽ ദാവീദ് രാജാവായി തന്നെ മടങ്ങി വരും. അവർക്ക് ആ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവന് തന്നെ കൂടെ തന്നെ പോകത്തുള്ളൂ. അബ്ശാലോം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിളിർത്തി വരുന്ന ഒരു കൂണാണ്. അത് വേഗം പോകും, ഇല്ലാതെയായി പോകും. ഞങ്ങൾക്ക് അവിടെ ഒരു ആശ്രയം ഉണ്ടാകത്തില്ല. ദൈവത്താൽ അഭിഷിക്തനായ അഭിഷേക തൈലം അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദാണ് എന്നേക്കും രാജാവായിരിക്കാൻ പോകുന്നത്. ഇടയ്ക്ക് ഉണ്ടായി വരുന്ന ഈ കൂണ് പോലെ മുളച്ചതൊന്നും നിൽക്കത്തില്ല. അത് ബോധ്യമുള്ളവർ ദാവീദിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ക്രൈസ്തവോ ഒരു സംഭവിച്ചു അങ്ങനെ തന്നെയല്ലേ. കൂണ് പോലെ മുളച്ചു, അതില്ലാതെയായിപ്പോയി. അബ്ശാലോം തീർന്നുപോയി. വീണ്ടും ദാവീദ് രാജസ്ഥാനത്തേക്ക് മടങ്ങി വന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ദൈവപൈതൽ ഈ സങ്കീർത്തനം അതിൻ്റെ തുടർച്ചയായി താൻ പാടുന്നതാണ്. എൻ്റെ നീതിയായ ദൈവമേ. 1-ാം സങ്കീർത്തനം. ഞാൻ വിളിക്കുമ്പോൾ ഉത്തരപരലാണ്. ആ അപേക്ഷ നമുക്കൊക്കെ ഏറ്റെടുക്കാൻ പറ്റിയൊരു അപേക്ഷ കേട്ടോ. ഹല്ലേലൂയ. ദൈവം എൻ്റെ നീതിയാണ്.
അവിടെ സ്നാനത്തിനായിട്ട് യോർദാൻ നദി സ്നാനത്തിനായി യേശു യോഹന്നാൻ്റെ അടുത്തേക്ക് വരികയാണ്. വരുമ്പോൾ യോഹന്നാൻ പറഞ്ഞത്, നിന്നെ സ്നാനം വെക്കേണ്ടത് എനിക്ക് ആവശ്യം, നീ എൻ്റെ അടുത്ത് വരുവാണ്. ഇത് ദൈവത്തിൻ്റെ നീതിയാണ്, സകല നീതിയും ഇങ്ങനെ നിവർത്തിക്കപ്പെടേണ്ടത് ആവശ്യം എന്ന് പറഞ്ഞ് യോഹന്നാൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തും. ദൈവത്തിൻ്റെ നീതി എന്ന ഒരു സംഗതിയുണ്ട് എൻ്റെ നിൻ്റെ മേൽ. ഹല്ലേലൂയ. നിന്റെ സഹോദരന്മാരുടെ നടുവിൽ, നിന്റെ കൂടെപ്പിറപ്പിന്റെ നടുവിൽ നിന്നെ അനുഗ്രഹിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ നീതിയാണ്. ദൈവത്തിൻ്റെ നീതിയാണത്. അതിനെ തട്ടിക്കളവാൻ ആർക്കും കഴിയത്തില്ല, ഞാൻ ആത്മാവിൽ പറയുന്നു. Praise the Lord. Praise the Lord. Praise the Lord. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ ചവിട്ടി മെതിച്ച് തേച്ചു കളവാൻ ശ്രമിച്ച ശത്രുവിന്റെ മുമ്പിൽ ദൈവം തന്റെ നീതി വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിന്നെ കാത്ത് സംരക്ഷിച്ച് ഇത്രയോളം എത്തിച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ നീതിയാണ്. എവിടെ വെച്ചോ ഇടയ്ക്ക് തകർന്ന് നിന്ന് പോകേണ്ടതല്ലേ? ജീവിതം അവസാനിപ്പിച്ച് വേണ്ട എന്ന് വെച്ച് ഇറങ്ങിപ്പോകേണ്ടതല്ലേ? പരിശുദ്ധം അനുവദിച്ചില്ലല്ലോ. എന്താണ് നിന്നെ നിർത്തിയ? ദൈവത്തിൻ്റെ നീതിയാണ്. എൻ്റെ മേൽ ദൈവത്തിൻ്റെ നീതിയുണ്ട്. നിങ്ങളുടെ മേൽ ഓരോരുത്തരുടെ മേൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നീതി. അതുകൊണ്ട് താനെ വളരെ ഉറപ്പോടെ പറയുന്നത്, എൻ്റെ നീതിയായ ദൈവമേ, ഹല്ലേലൂയ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമല്ല. നമ്മുടെ ആ വിളിക്കേണ്ട സന്ദർഭം ഏതാണെന്ന് എപ്പോഴും ആകാം. അത് പ്രത്യേകം എഴുതി വെക്കാനൊന്നും പറ്റത്തില്ല. ഏത് സന്ദർഭത്തിലാണ് നാം വിളിക്കേണ്ടി വരുന്നത്. ഹല്ലേലൂയ. ജോലി മണ്ഡലത്തിലായിരിക്കുമ്പോഴാകാം. ഹല്ലേലൂയ. പെട്ടെന്ന് നോക്കി നിൽക്കുമ്പം ഒരു സംഗതി ഉരുണ്ടിന് താഴോട്ട് പോരുക, ഒരു ഭാഗം ഇടിഞ്ഞ് താഴോട്ട് വരിക. ഇതൊക്കെ വരുമ്പോൾ എൻ്റെ ദൈവമേ സ്തോത്രം, പെട്ടെന്ന് ദൈവത്തിൻ്റെ നീതിയുടെ കരം അവിടേക്ക് നീളുകയാണ്. അതാണ് ദൈവത്തിൻ്റെ നീതി. അവിടെ പെട്ടെന്ന് വെളിപ്പെടുകയാണ്. അത് സ്റ്റോപ്പ് ചെയ്യും. അവിടെ നമുക്ക് അത്ഭുതം തോന്നും. അതെങ്ങനെ അവിടെ അങ്ങ് നിന്നേ? ദൈവം അതിനെ ഉടക്കി അവിടെ നിർത്തി. ഹല്ലേലൂയ. നീ എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണം കർത്താവേ. ആ സെക്കൻഡ് ദൈവത്തിൻ്റെ നീതി നിനക്കായി വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിലവിളിക്കുന്ന സമയം വന്നിട്ടുണ്ട്. ഞാൻ ഉറക്ക ദൈവത്തെ വിളിക്കേണ്ട സമയം ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ തന്നെ ദൈവത്തിൻ്റെ നീതി എൻ്റെ മേൽ വെളിപ്പെട്ടു. ദൈവം എനിക്കൊരു ബലം അങ്ങോട്ട് തന്നു, ഒരു ബലം അങ്ങോട്ട് തന്നു. ഞാൻ എടുക്കേണ്ടതിനെ എടുത്തു, തോളത്ത് കിടത്തി മുൻപോട്ട് പോയി. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ നീതി എന്നിൽ വെളിപ്പെടുത്തുകയായിരുന്നു. ഞാൻ ക്ഷീണിച്ചു പോയിരുന്നെങ്കിൽ, മറ്റെന്തെങ്കിലും ദോഷം ഭവിച്ചു പോയിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ നീതി അത് വെളിപ്പെടുത്തില്ലായിരുന്നല്ലോ. മനുഷ്യൻ എന്ത് പറഞ്ഞേനെ? ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം തൻ്റെ നീതി വെളിപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്, മുമ്പുണ്ടായിട്ടുണ്ട്. അവിടെ എല്ലാം നിന്നെ നിർത്തിയ ദൈവത്തിൻ്റെ നീതിയാണെന്ന് ഈ പകൽക്കാലം ഓർക്കുക. ഇവിടെ തീരുന്നൊന്നുമില്ല കേട്ടോ. ഇനിയും കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് വർഷങ്ങൾ മുമ്പോട്ടുണ്ട്. കർത്താവ് വരവ് താമസിച്ചാൽ നമ്മെ ദൈവം കുറേ കാലം കൂടെയൊക്കെ വെക്കും കേട്ടോ. കാരണം ദൈവത്തിൻ്റെ നീതി ഇനിയും നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാറുണ്ട്, ഇനിയുമുണ്ട്. ദൈവം അള്ളി ചെയ്തൊക്കെ ഇനി ചിലതോടെ നിവൃത്തിയാകാനുണ്ട്, സംഭവിക്കാനുണ്ട്. അതൊക്കെ നടക്കണം. ദൈവം ഇതിലെ എന്ന് നീ അടിമയായിട്ട് ഇങ്ങനെ കിടക്കേണ്ടവനല്ല, കിടക്കേണ്ടവളല്ല. ഇതിൻ്റെ പ്രതികാരം ദൈവം വരുത്തും. നിനക്കൊന്നും തരത്തില്ലെന്ന്, ഒന്നും തരികയില്ലെന്ന്. ഹല്ലേലൂയ. അതങ്ങനെ വെച്ചേക്കാം, അതിങ്ങനെ ആക്കിയേക്കാം, തിരിച്ചൊന്ന് എഴുതിയേക്കാം, അല്ലെ മറ്റൊരു രീതി ചിന്തിച്ച് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. കൂടപ്പറപ്പുകൾ തന്നെ കേട്ടോ. പക്ഷെ ഇതൊന്നും
നിന്റെ മേൽ വന്ന് ദോഷം ഭവിക്കാൻ ദൈവത്തിൻ്റെ നീതി സമ്മതിക്കത്തില്ല. ദൈവത്തിൻ്റെ നീതി അത് അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ നീതിയായ ദൈവം ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം തരണേ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ദാവീദിനെ ദൈവത്തിന് മുമ്പിൽ വിളിച്ച ദാവീദിന് ദൈവം ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഈ സന്ദർഭം കുറേ കൂടെ കഠിനമാണ്. ഈ ഒരു വേള ഓടിപ്പോയിക്കൊണ്ടിരിക്കുക, യാത്ര ചെയ്തുകൊണ്ടിരിക്കുക മകൻ്റെ മുമ്പിൽ നിന്ന്. അപ്പോൾ ഉണ്ടായ ദൈവത്തിൻ്റെ നീതിയുടെ കാര്യം ഒന്നുകൂടെ വിളിച്ചോർപ്പിക്കുന്നു. എൻ്റെ നീതിയായ ദൈവമേ, നീ എൻ്റെ നീതിയാണ്. ഇപ്പം നമ്മൾ ഓരോ ദിവസം ഒന്ന് പറയുന്നതല്ല കേട്ടോ. ഓയ് എൻ്റെ കർത്താവേ, നീ എൻ്റെ നീതിയാണ്, നീ എൻ്റെ നീതിയായ ദൈവമാണ്, എൻ്റെ കർത്താവാണ്. അതല്ലേ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. അതൊരു പുറകോട്ടൊന്ന് സ്വപ്പം ഒന്ന് ഓടി ചിന്തിക്കുകയായിരുന്നു. ദാവീദ് എവിടെയായിരുന്നു? അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് കാട്ടിൽ ഞെരുക്കത്തിൽ കഴിഞ്ഞ വേളകൾ. തന്നെ അഭിഷേകം ചെയ്യാനായി പ്രവാചകൻ ശമൂവേൽ പ്രവാചകൻ എത്തിയിട്ടുണ്ട്. ഇശായിയുടെ മക്കളെ എല്ലാം വിളിച്ചു. മക്കളെല്ലാം കൊണ്ടുപോകാം, എല്ലാവരെയും കൊണ്ടുവന്ന് കഴിഞ്ഞു. നിന്റെ മക്കളെല്ലാവരും തീർന്നു. അല്ല, ഇനി ഒരുത്തനുണ്ട്. അവനെന്ത് ചെയ്യും? ഇവരെ ആരെയും അല്ല അഭിഷേകം ചെയ്യാൻ എന്നെ അയച്ചിരിക്കുന്നത്. അവനെ കുറച്ച് ആടുണ്ട്, അതിനെ നോക്കാൻ കാട്ടി കിട്ടിയതാണ്. അവൻ വരാതെ പന്തി ഭോജനം നടക്കത്തില്ല, യാഗം നടക്കത്തില്ല. അവനെ വരുത്താൻ പറഞ്ഞു. ദാവീദ് വരുമ്പോൾ ഒരു പയ്യനാണ്, ആട്ടിടയെ ചെറുക്കനാണ്. അവൻ്റെ മുടിയൊക്കെ ജട പിടിച്ചിരിക്കുക, വസ്ത്രമൊക്കെ ഇടയൻ്റെ വസ്ത്രം ചെളിയും അഴുക്കും പുരണ്ടിട്ടുണ്ട്. അവനാണ് അതേ വേഷത്തിൽ വരികയാണ്. അവൻ വന്നപ്പോൾ തന്നെ സഹോദരന്മാരെല്ലാം മുട്ടാളന്മാർ നിൽപ്പുണ്ടവിടെ. പ്രവാചകൻ എഴുന്നേറ്റു. ഇവനെയാണ് ഇസ്രായേലിൻ്റെ രാജാവായി യഹോവ കണ്ടിരിക്കുന്നത്. സഹോദരന്മാരൊക്കെ അവനെ എന്താ കൊള്ളാം എന്ന് ചിന്തിച്ചിരുന്ന ദാവീദിനെ കുറിച്ചായിരുന്നു. അവനെയാണ് ദൈവം കണ്ടത്. ആരായി? ഇസ്രായേലിന്റെ രാജസ്ഥാനത്തെത്തുവാനായി കണ്ടിരിക്കുന്നു. അങ്ങനെ ശമൂവേൽ എഴുന്നേറ്റ് ഈ സഹോദരന്മാരെല്ലാം നടുവിൽ വെച്ച് അവനെ അഭിഷേക തൈലമൊഴിച്ച് അഭിഷേകം ചെയ്തു. നിന്നെ യഹോവയായ ദൈവം ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ ദാവീദാണ്. ചേട്ടന്മാരൊക്കെ യുദ്ധത്തിൽ പോയിരിക്കുക. അവരൊക്കെ യുദ്ധകളത്തിലാണ്, അവരൊക്കെ വീരന്മാരാണ്. അവരെയൊക്കെ അതിനൊക്കെ തെരഞ്ഞെടുത്തിരിക്കുന്നത് യുദ്ധം ചെയ്യാനുണ്ട്. ആരെയും കൊണ്ടുവരാം. അപ്പൻ കാട്ടിൽ നിന്ന് അവനെ വിളിച്ചു കൊടുത്തു. അവിടെ മോനെ, നീ ഇവിടം വരെ വരണം. ഒരു ദൂതനെ പറഞ്ഞു, ഒരാളുടെ പറഞ്ഞു വിട്ടു അവനെയും കൂടി വരുത്താൻ. നീ പോയി ക്ഷേമം അന്വേഷിച്ചിട്ട് വാ. സഹോദരന്മാരെല്ലാം യുദ്ധത്തിന് കളത്തിൽ പോയിരിക്കുകയാണ്, യുദ്ധക്കള പാളയത്തിലാണ്. ഇനി എന്നത് കൊണ്ടുപോകും. കൊണ്ട് രാജാവിന് കൊണ്ട് കാഴ്ച കൊടുക്കണേ, മുന്തിരി അടയും ഒക്കെ കൊടുത്ത് വിട്ടിരിക്കുക, കൊണ്ട് കൊടുക്കണേ. എന്നിട്ട് അവരുടെയൊക്കെ ക്ഷേമം അന്വേഷിച്ചിട്ട് അവർക്കും കൊണ്ട് ഇതൊക്കെ കൊടുക്കുക. എന്നിട്ട് രാജാവിന് ഇത്രയും കൊടുക്കുക, ക്ഷേമം അന്വേഷിച്ച് തിരിച്ചു പോകണം. ചെന്നപ്പോൾ അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു വെല്ലുവിളിയുടെ ശബ്ദം അവൻ്റെ കാതിൽ മുഴങ്ങുന്നു. എന്തുവാ ആ വെല്ലുവിളി? ഫെലിസ്ത്യ മലനായ ഗോലിയാത്ത് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിച്ചു നിൽക്കുകയാണ്. ആ ശബ്ദമാണ് ഇവൻ കേൾക്കുന്നത്. ഇവൻ്റെ ഹൃദയത്തിനകത്ത് ചൂട് പിടിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ സൈന്യ നിരകളെ വെല്ലുവിളിക്കുന്ന ഇവനെ ഞാൻ തകർത്ത് കളയും. ആർക്കേ ആ ശൂരത്വം തോന്നത്തുള്ളൂ? അഭിഷേക തൈലം വിടവനാണ്. ഹല്ലേലൂയ. പ്രായമുള്ള വിഷയമല്ല, ആരോഗ്യമൊന്നും നമ്മുടെ വിഷയമായി വന്നില്ല. ദൈവകൃപയാണ് അതിനാവശ്യം. ആ വെല്ലുവിളിയെ എതിരിടണമെങ്കിൽ ദൈവകൃപ വേണം. ഞാൻ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കെതിരെ
ശത്രുവാവൻ സാത്താനാണ്. പിശാചിങ്ങനെ നമുക്കെതിരെ വെല്ലുവിളി ചോണയുണ്ടോ അതിലൊക്കെ? നീ ഒന്ന് നോടാതെ നോക്കി, ഒന്ന് നേട്ടം അടിവരിക്കാൻ നോക്കിക്കേ. ഇല്ല, ഞാൻ ഇല്ലായ്മ ചെയ്യും, ചിഹ്ന ഭിന്നമാക്കും എന്ന് പിശാച് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ എൻ്റെ കാതിൽ മുഴുകുമ്പോൾ ഞാൻ എന്തോ ചെയ്യണം? ഹല്ലേലൂയ ദൈവകൃപയ്ക്കായി യാചിച്ചുകൊണ്ട് മുട്ടിമേലിരിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനെവിടെ തളർച്ച വന്നോ അവിടെ സാത്താൻ നമ്മെ വിഴുങ്ങിക്കളയും. ഓ ജീസസ് ഹല്ലേലൂയ. എന്നാൽ അവൻ ആ വെല്ലുവിളിയെ എതിരിട്ടു. ദാവീദ് ഗോലിയാത്തിൻ്റെ വെല്ലുവിളിയെ എതിരിട്ടു. ഹല്ലേലൂയ. രാജാവ് പറഞ്ഞു, നിന്നേക്കാൾ ഇതിനും പറ്റത്തില്ല, നീ കൊച്ചു പയ്യനാണ്. അവൻ നേരത്തെ തൊട്ട് ഭയങ്കര വീരനായ വില്ലാളിയാണ്, ഭയങ്കര യോദ്ധാവാണ്. അതുകൊണ്ട് നിന്നെ കൊണ്ട് പറ്റത്തിരുന്നു. അപ്പോൾ ഇവനൊരു കാര്യം പറഞ്ഞു, അല്ലയോ ശൗൽ രാജാവേ, തിരുമനസ്സുകൊണ്ടൊരു കാര്യം കേൾക്കണേ. ഞാൻ ഒരിക്കലും എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് കാട്ടിലായിരുന്നപ്പോൾ ഒരിക്കലൊരു സിംഹവും പിന്നെ ഒരിക്കൽ കരടിയും വന്ന് എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാനതിനെ പിന്തുടർന്ന് എന്ന് അതിൻ്റെ വായ്ക്ക് അടിച്ച് അതിൻ്റെ വായ് വരച്ചു കയറി എൻ്റെ ആട്ടിൻകുട്ടിയെ അവർ വായിൽ നിന്ന് പിടിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ രാജാവ് ഞെട്ടിപ്പോയി, അത്ഭുതപ്പെട്ടു പോയി. എടാ, എന്നാൽ നിനക്ക് കഴിയും, ഇവനെ തകർക്കാൻ നിനക്ക് കഴിയും. ചെല്ലുക, യഹോവ നിൻ്റെ കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പടച്ചട്ടയെല്ലാം എടുത്ത് ധരിപ്പിച്ചു. ശൗലിൻ്റെ പടച്ചട്ടയെല്ലാം ഊരി ഇവനെ ധരിപ്പിച്ചു. രാജാവിൻ്റെ ഊരി ഇവൻ കൊച്ചു പയ്യനല്ലേ. ശൗലായ തോൾമുകൾ എല്ലാവരെക്കാളും പൊക്ക കയറിയവനാണ്. അതിട്ടിട്ട് ഇവനെ ആ പാട് മുങ്ങിപ്പോയി. നടക്കാനും വയ്യ. എനിക്കിത് വശമില്ല രാജാവ്, ഇതൊന്നും എനിക്ക് വേണ്ട. ഈ ഇടയിൽ ചെറുക്കേണ്ട ഡ്രസ്സ് മാത്രം മതി. ഈ പരിചയം വാളും ഒന്നും എനിക്ക് വേണ്ട. ഒന്നും പിടിച്ചുകൊണ്ട് നടക്കാനുള്ള ശേഷിയില്ല. ഞാൻ പയ്യനല്ലേ, ഞാൻ ഇങ്ങനെ അങ്ങ് പോയേക്കാം. ഒന്നാകട്ടെ എനിക്ക് അത്ഭുതം തോന്നി, എങ്ങനെ നീ ചെയ്യുമെന്ന്. പക്ഷെ കരടിയെയും സിംഹത്തെയും ഒക്കെ വലിച്ചു കീറിയവനല്ലേ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, യഹോവയാണ് അങ്ങനെ നിനക്ക് ധൈര്യം അന്ന് തന്നത്. ആ ദൈവം നിൻ്റെ കൂടെ ഇരിക്കും. അങ്ങനെ പോവുകയായിരുന്നു. ഹല്ലേലൂയ. എന്തോ ചെയ്തേ? അവൻ ഓടി അങ്ങോട്ട് ചെന്ന് ആ സമനിലത്തിൽ നിന്ന് താഴേക്കുള്ള തോട്ടിൻ്റെ അവിടെ അരികത്തേക്ക് പോയി. തോട്ടിൽ ഇറങ്ങി തോട്ടിൽ നിന്നും മിനുസമുള്ള 5 കല്ല് പെറുക്കിയെടുത്തു, ഇടയ സഞ്ചിയിലിട്ടു. ഹല്ലേലൂയ. കയ്യിൽ ഇടയുമായി ഫിലിസ്ത്യ മല്ലന്റെ വെല്ലുവിളി എതിരിടാൻ ചെല്ലുകയാണ്. അവൻ പിന്നെയും എതിരെ നിരകളെ വെല്ലുവിളിക്കുകയാണ്. ആരെങ്കിലും ഒരുത്തനെ ഇങ്ങോട്ട് വിട്, എന്നോട് വെല്ലുവിളിക്കാൻ വരട്ടെ, വെല്ലുവിളിക്കാൻ. ഇവൻ ഈ വെല്ലുവിളി സ്വീകരിച്ചു. ദാവീദ് ഇടയ സഞ്ചി ആ പൊക്കടുന്ന് കൈയിട്ടു, ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ചു, നേരെ ഓടി. ഈ എതിരാളികൾ നേരെ ഓടുകയാണ്. പിശാചിനെ ശത്രുവിനെ കാണുമ്പോൾ തിരിഞ്ഞോടല് കേട്ടോ, നേരെ പൊക്കോണം. അത് ആർക്കേ പറ്റുള്ളൂ? കൃപയുള്ളവരെ പറ്റുള്ളൂ. ദൈവ കൃപയുള്ളവനെ പറ്റത്തുള്ളൂ. അല്ലേ? അങ്ങനെ എഴുതു. ചുടറ്റി ഒറ്റ ഏറ് കൊടുത്തപ്പോൾ ആ കല്ല്, ഞാൻ വിചാരിക്കുന്നു ആ കല്ലിൽ കൂടെ പാഞ്ഞു ചെന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ നിരകളെ വെല്ലുവിളിച്ചവനെ, ഹല്ലേലൂയ, യഹോവയായ ദൈവത്തിന്റെ സൈന്യ നിരകളെ വെല്ലുവിളിച്ചവനെ, ഈ കല്ലിൽ കൂടെ പാഞ്ഞു വരുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. ശത്രുവിന്റെ തിരുനെറ്റിക്കത് പതിഞ്ഞു. അവൻ കവണ് വീണു. ഓടിച്ചെന്നു അവൻ്റെ വാൾ ഉറയിൽ നിന്ന് വലിച്ചെടുത്തു, ജടയിൽ പിടിച്ചു പൊക്കി പെടലി വെട്ടി. ആ ജടയും തലയിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇവൻ ഓടി വരികയാണ്. ആരെ? ദാവീദ്. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദ് ഓടി വന്നു. ഹല്ലേലൂയ. ഓടി വരുമ്പം ആൾക്കാരെല്ലാം അത്ഭുതപ്പെടുകയാണ്. ആളുകളുടെ നോട്ടം ഇവിടെ, ഇവിടെ ഈ പയ്യൻ ഇവിടെ ഇതെങ്ങനെ നടന്നു? എല്ലാവരും അതിശയിപ്പിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഈ ഒരു കൊച്ചു കല്ലാണോ ഇവനെ താഴെയിട്ട്? ഈ മല്ലിനെ താഴെയിടാൻ ഒരു കല്ല് നെറ്റിയിൽ പതിഞ്ഞിരിപ്പുണ്ട്. ആ കല്ല് പോയിട്ടില്ല, നെറ്റിയിൽ കുഴിഞ്ഞ് പതിഞ്ഞിരിക്കുകയാണ്.
ഈ ഒരു ചെറിയ കല്ല് ഹല്ലേലൂയ ഇത്ര ശക്തനായ വലിയ ഉയരമുള്ള ഒരു മലനെ താഴെയിടാൻ പര്യാപ്തമായോ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവത്തിലെ ദൈവം നിനക്ക് വിജയം തരാൻ പോകുന്നത് വലിയ കാര്യത്തിൽ കൂടെയൊന്നുമല്ല, നിസ്സാര കാര്യത്തിൽ കൂടെയാണ്. വിശ്വസിക്കാമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നന്മ പ്രാപിക്കാൻ തുടങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം തന്നെ വിശ്വസിക്കുന്ന തൻ്റെ ജനത്തിന് വേണ്ടി എന്നും അത്ഭുതങ്ങൾ ചെയ്യും, എന്നും അത്ഭുതം ചെയ്യും. നമുക്ക് വിശ്വസിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഈ താഴോട്ട് വായിച്ചു വരുമ്പം ഒത്തിരി സമയമൊന്നുമില്ല, സമയം അങ്ങനെ അങ്ങ് പോവുകയാണ്. ഞാൻ പെട്ടെന്ന് അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരികയാണ്. സങ്കീർത്തനത്തിൻ്റെ 4-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ. യഹോവ ദൈവത്തിന് യഹോവയുടെ ഭക്തന്മാരെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുകയാണ്. അതൊരു വലിയ സംഭവമാണ് കേട്ടോ. ഭക്തന്മാരായ നമ്മളൊക്കെ എവിടാ ജീവിക്കുന്നത്? ഈ ഭൂമിയിലാണ്, ഈ ലോകത്തിലാണ്. ഈ ലോകത്തിലാണെങ്കിലും നമ്മൾ ഈ ലോകക്കാരുടെ ഇടയിൽ എണ്ണപ്പെട്ടവരല്ല. ദൈവം നമുക്കൊരു അടയാളം ഇട്ടിട്ടുണ്ട് നമ്മിൽ. അവൻ നമ്മളെ അടയാളപ്പെടുത്തി മാറ്റി വെച്ചേക്കാം അവന് വേണ്ടി. വിശ്വസിക്കാമോ? ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ, ലോക ജനതയുടെ നടുവിൽ, ലോകക്കാരുടെ നടുവിൽ എന്നെയും നിങ്ങളെയും ദൈവം പ്രത്യേകം അടയാളപ്പെടുത്തി മാറ്റി നിർത്തിയിരിക്കുക. അവന് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് നമുക്കങ്ങ് വിശ്വസിക്കാം. ഭക്തന്മാരെ കുറിച്ച് തിരുവചനത്തിൽ പല ഇടങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പല ഭാഗങ്ങളുണ്ട്. 16-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ഭൂമിയിലെ വിശുദ്ധന്മാരും, ആമേൻ, ഭൂമിയിലെ ഭക്തന്മാർ, വിശുദ്ധന്മാർ, അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണെന്ന് ഹോയ ദൈവം പറയുക. നാം ദൈവത്തിൻ്റെ ഭക്തരാണോ വിശുദ്ധനാണോ? ഭക്തന്മാർ വിശുദ്ധരാകട്ടോ. വിശുദ്ധന്മാരെ മാത്രമേ ഭക്തരായിട്ട് കണക്കാക്കാറുള്ളൂ. മറ്റവർക്ക് കപടഭക്തിക്കാരാ. റിയൽ ഭക്തി എന്ന് പറയുന്നത് വിശുദ്ധൻ മാത്രമേ ഉള്ളൂ. വിശുദ്ധന്മാർക്ക് വേണ്ടി വചനമൊക്കെ എഴുതി തന്നിരിക്കുന്ന ലേഖനങ്ങളൊക്കെ കേട്ടോ, കൊലോസിയിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. ഇതെല്ലാം വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. അതിനകത്ത് ഗുണമില്ലാത്തവനും ഉണ്ട്. അവനുമൊക്കെ വേണ്ടി വായിച്ച് കേട്ട് മനസ്സിലാക്കി പോക്കോണം. നേരെ ആയാൽ നിനക്ക് കൊള്ളാം, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ ആരാധന നടത്തുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുവന്നിരിക്കുന്നവരുണ്ട് ആരാധനയ്ക്കായി. അവരെ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. ഇവിടെ പറയുന്ന വചനങ്ങൾ അവർക്ക് ഉപകാരപ്രദമാകുന്നു. അവർ ശക്തിപ്പെടുന്നു, അവർ ബലപ്പെടുന്നു. വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാണ് മടങ്ങിപ്പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. പല പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായാണ് ഇവിടുന്ന് പോകുന്നത്. ഹല്ലേലൂയ. ഞാൻ വേറെ നമ്മുടെ ജോസും ഒരുവനുണ്ടല്ലോ, ജോസ് സജി, ഞാൻ ഇവരെല്ലാവരും വിളിക്കാറുണ്ട്. ഇവർക്കൊക്കെ നമ്മൾ പറയുക എന്നുള്ളതാണ് നമ്മുടെ കടമ. ഞാൻ പറയും, ആരാധന മുടക്കരുത് കേട്ടോ, വന്നാൽ അനുഗ്രഹം, ഇത്രേ പറയത്തുള്ളൂ. ബാക്കി അവരെ കൊടുത്തിരിക്കുകയാണ്. അത് അവരൊക്കെ താല്പര്യം ഉള്ളതുപോലെ ചെയ്തോട്ടെ. സ്തോത്രം. ദൈവം ആരെ പിടിച്ചു വലിച്ച് ആരാധനയ്ക്ക് കൊണ്ടുവരുന്ന ആരും വിചാരിക്കരുത്. അങ്ങനെ കൊണ്ടുവരുത്തൊന്നുമില്ല. അതൊക്കെ പണ്ടത്തെ കാലം ഒത്തിരി പ്രേരണ പരിശുദ്ധമ്മ കൊടുത്ത് കൊണ്ടുവരുവാനും അന്ന് അവർക്ക് ഭയങ്കര താല്പര്യമാണ്. വരാനുള്ള ആഗ്രഹമുള്ളവർ, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. രക്ഷയ്ക്കായി ഒരു കാംക്ഷ വേണം, ഗുണപ്പെടണം, എനിക്ക് രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വരണം. കാംക്ഷ ഉണ്ടെങ്കിൽ അവനെ അതിനകത്താക്കും ദൈവം. മനസ്സിലോ? ഇന്ന് പലർക്കും ആ കാംക്ഷ ഇല്ലാത്തത് കൊണ്ടാണ് ആരാധനയ്ക്ക് എത്താത്തത്. എനിക്ക് പോയി ആരാധിക്കണമെന്ന് വലിയ കാംക്ഷ, ഒരു പ്രതീക്ഷ, ഒരു താല്പര്യം, അവർ ഒരു വലിയ ആകാംക്ഷ ഉണ്ടെങ്കിൽ വന്നിരിക്കും. വന്നാൽ അവർക്ക് വിടുതലുമാണ്, ബലവുമാണ്, ശക്തിയുമാണ്, സന്തോഷവുമാണ്, ഹല്ലേലൂയ, നന്മയുമാണ്. ഞാനിപ്പോൾ ഇത്രേ പറയാറുള്ളൂ. പിന്നെ നിങ്ങളിനി കടപ്പായി അന്ധവിശ്വാസം മരിച്ചു, ആൾ കാറ്റുപോയി, മരിച്ചെന്നിരിക്കട്ടെ. ഞാൻ ഇന്ന് വിളിച്ചപ്പോൾ പറഞ്ഞ സഹോദര,
യാത്രയിൽ എന്താ സംഭവിക്കുന്ന തരത്തില്ല. യാത്രയിൽ എന്തോ സംഭവിക്കുന്നത്, എന്തിനു സംഭവിച്ചു കഴിഞ്ഞാൽ മോൻ എൻ്റെ മുമ്പിൽ കിടന്ന് കരഞ്ഞാലും ഒന്നും രക്ഷയില്ല. ഇവിടെ കണ്ടിന്യൂസായിട്ട് വരാത്തവരുടെ കാര്യം ഞങ്ങൾ നോക്കത്തില്ല, ചെയ്യത്തില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാം, ജീവനോടിരിക്കുമ്പോൾ പറഞ്ഞേക്കാം, നടക്കത്തില്ല. അതുകൊണ്ട് ആരാധന എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. നിങ്ങൾക്ക് ഈ സഭയുമായിട്ടൊരു ബന്ധമുണ്ട്, നിങ്ങൾ സഭയുടെ അംഗങ്ങളാണ് എങ്കിൽ വന്നിരിക്കണം, ആരാധന സംബന്ധിച്ചിരിക്കണം. റെഡിയോ 10ാം ക്ലാസ്സിൽ ഇത്ര ഹാജരി വേണമെന്നൊരു നിയമമുണ്ട്, അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല, ഹാജർ കുറവാണ്. അങ്ങനെ റോന്തി വീട്ടിൽ നടക്കുന്ന പിള്ളേരെയൊക്കെ കാണും, ചുവാലന്മാരെ, അവർക്ക് പരീക്ഷ എഴുതാനൊക്കത്തില്ല, ഹാജർ കുറവാണ്. ദൈവസഭയ്ക്കും അങ്ങനെയുണ്ട്, ചട്ടമുണ്ട്, ഹാജർ കുറവാണ്, പ്രയോഗത്തിന് വരാറില്ല, കണ്ടിന്യൂസ്ലി. അവരുടെ കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ മറ്റേ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, ഞങ്ങൾക്കനി ഒരു ബന്ധമില്ല, ഞങ്ങൾ കൈകാര്യം ചെയ്തില്ല. മരിച്ചു കഴിയുമ്പോൾ അച്ഛാ മരിച്ചു പോയി, അമ്മ മരിച്ചു കൊണ്ട് കുടിച്ചല്ലോ എവിടെയെന്ന് വെച്ചാൽ അവിടെ വെച്ചേക്കുമോ എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്തു, ഇത്രയും നമുക്കുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവ പൈതൽ, ദൈവസഭയ്ക്കും ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെയുണ്ട്. വരുന്നവരെ മാത്രം നമ്മൾ അംഗീകരിച്ചാൽ മതി, അല്ലാത്തവരെ നമുക്ക് അംഗീകരിക്കണം. പക്ഷെ നമുക്ക് കൂടുതൽ പ്രതിപത്തിയും താല്പര്യമുള്ളവരോട് നമ്മൾ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒത്തിരി താല്പര്യം അവരോട്, അതുകൊണ്ട് നമ്മൾ പറയും ഇങ്ങനെ ചെയ്യരുത്, ആരാധനയാണ്. നമ്മൾ തീ പോലെ നിന്നെങ്കിലേ എതിർ ശക്തിയായി വരുന്ന പലരും ഉരുകി പോകത്തുള്ളൂ. മനസ്സിലാക്കിയോണേ? ഹല്ലേലൂയ. എതിരായി വരുന്ന മലകളൊക്കെ ഉരുകിപ്പോകും നീ ആത്മശക്തിയോടെ തിളച്ചു നിന്നാൽ. ആത്മ തീയായി നീ നിൽക്കണം. സ്തോത്രം. എൻ്റെ നിന്റെ ഒരു ഒറ്റ സ്തോത്രം കൊണ്ട് പിശാച് തെറിച്ചു പോകണം. ഹല്ലേലൂയ. ഇങ്ങനെ പതുങ്ങി വല്ലപ്പോഴും ഒരു സ്തോത്രം പറഞ്ഞുകൊണ്ട് നടന്നാണ്ടല്ലോ, സാത്താൻ നിന്നെ മൂടിക്കളയും. ഈ ആവർത്തന പുസ്തകം 9ാം അധ്യായം തോന്നുന്നു, അവിടെയുണ്ട് നമ്മുടെ ഈ ശത്രു നമ്മളെക്കാൾ ബലവാനാണെന്ന് ദൈവത്തിനറിയാം. പോണേ അവിടെയാണോ? ആണോ? എന്താ പറയാ, എന്ന് വായിച്ച്. കണ്ടോ, അടക്കാൻ പോവുക, നീ അടക്കാൻ പോവാ, നീ അവരെ പിടിച്ചൊതുക്കാൻ പോവുക. അവൻ ആ ശത്രു നിന്നേക്കാൾ ബലമുണ്ട്, നിന്നേക്കാൾ ബലവും വലുപ്പവും, നിന്നേക്കാൾ ബലവും വലുപ്പവുമുള്ള ഒരു ജാതി അനാക്യന്മാരാണ്, അനാക്യ മല്ലന്മാരാണ്. ഈ മല്ലനെയൊക്കെ പിടിച്ചൊതുക്കാൻ നിനക്ക് കഴിയത്തില്ല. എന്നാൽ അവര് തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയായ ദൈവം നിനക്ക് മുൻപേ തീ പോലെ യാത്ര ചെയ്യുന്നു. ഒരു തീയായി നിനക്ക് മുമ്പിൽ പോവുകയാണ്. ചുറ്റുമുള്ളതിനെയൊക്കെ ദഹിപ്പിച്ചാണ് വഴി തെളിച്ച് കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പകൽ വിശ്വസിക്കൂ, നിന്റെ മുമ്പിൽ വരുന്നത് വലിയ പർവ്വതം പോലുള്ള വിഷയങ്ങളാണ്. അതിനെ ജയിച്ചടക്കി മുൻപോട്ട് പോകണമെങ്കിൽ നീ ഒരു ആത്മീയ തീയായി നിൽക്കണം, അല്ലെങ്കിൽ പരാജയപ്പെടുമെന്ന് പരിശുദ്ധമാവ പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. യഹോവ ഭക്തന്മാരെ, വിശുദ്ധന്മാരെ തനിക്ക് വേണ്ടി അടയാളപ്പെടുത്തി വേർതിരിച്ചു വച്ചേക്കുക. ഈ ചില കല്യാണ സ്ഥലങ്ങളിലൊക്കെ ഒരു ടേബിളിൽ ഒരു 8 ചെയർ അല്ലെങ്കിൽ 6 ചെയർ, അത് പ്രത്യേകം ടിക്ക് ചെയ്ത് മാറ്റി എല്ലാം അടച്ചടച്ച് വെച്ചേക്കുക. അതിങ്ങനെ ചാരി ചെയ്തു. ഇവിടെ ഇരിക്കാൻ പറ്റും. അത് ബ്രൈഡിൻ്റെ കൂടെ വന്നവർക്ക് വേണ്ടി പ്രത്യേക മാറ്റി വെച്ചത് റിസർവ് ചെയ്തിരിക്കുന്ന. ദൈവം അവിടെ ആർക്കും കയറിയിരിക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും കയറിയിരിക്കാനൊക്കത്തില്ല. അതിന് നിയമിക്കപ്പെട്ടവർ വരുമ്പോൾ മാത്രമേ അവിടെ ഇരിക്കാനൊക്കെയുള്ളൂ. ഞാനും നിങ്ങൾ ദൈവത്തിൻ്റെ ഭക്തരാണെങ്കിൽ, വിശുദ്ധരാണെങ്കിൽ നമുക്ക് വേണ്ടി അടയാളം വെച്ചിരിക്കുക.
നമ്മൾ റിസർവ്ഡാണ് കർത്താവിന് വേണ്ടി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തന്നിരിക്കുന്ന പദവിയൊന്നും വേറെയാ ദൈവമേ. സ്തോത്രം. അതൊക്കെ അനുഭവിക്കുന്നവരൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ഇത് വേറെ എങ്ങൊന്നും ആര് കൊടുത്ത് തലയോട്ട് ഇട്ടുതരാൻ പറ്റുന്നതല്ല. സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ പകരേണ്ടതാണ്. അത് പകരണമെങ്കിൽ വഴി തെളിഞ്ഞു കിടക്കണം, റൂട്ട് ശരിയായിരിക്കണം, റൂട്ട് ക്ലിയർ ആയിരിക്കണം. എങ്കിലേ കൃപയുടെ ഒഴുക്കുന്നതിലേക്ക് വരത്തുള്ളൂ. സ്തോത്രം. പക്ഷേ ഈ റൂട്ടെല്ലാം തടസ്സപ്പെടുത്തിയിട്ടേക്ക് ആര് തന്നെ നീയൊക്കെ തന്നെയാണ് അടച്ചു വച്ചേക്കുന്നത്. സ്തോത്രം. വേഗം ഒഴുക്ക് നിന്നിലോട്ട് വരുന്നേ. ദൈവമക്കളെ, തോറ്റുപോകരുതേ, തോൽവി അടയരുതേ. നമുക്ക് കുറച്ച് സാമ്പത്തികമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിനകത്തൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ ടക്ക് തീരും, പോകും, ഇല്ലാതെയായി പോകും. പക്ഷേ നിലനിൽക്കുന്ന ഒന്ന് ആത്മസന്തോഷമാണ്, ആത്മവീര്യമാണ്, നിത്യത എന്ന സമ്പത്താണ്. ഒരിക്കലും പോകാത്ത ഒന്ന് നിത്യത. അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ സ്വരൂപിച്ചോളാൻ പറഞ്ഞിരിക്കുന്നത് കർത്താവ് പറഞ്ഞു. സമ്പത്തൊക്കെ സ്വരൂപിച്ച് സ്വർഗത്തിൽ വെച്ചു. നിത്യത അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. നീ ഇവിടെ ചെയ്യുന്നതെല്ലാം സ്വർഗത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നീ ദൈവനാമത്തിൽ ചെയ്യുന്നതൊക്കെ അവിടെ അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. അതിന് തക്കതായ നിലയിലായിരിക്കും നീ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. നിനക്കുള്ള താമസിക്കാനുള്ള മാൻഷൻസ്, മാളിക കാണുമ്പോൾ നീ നെഞ്ചു വെട്ടിക്കും. എൻ്റെ ദൈവം, ഇതാണോ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്? ഇതെങ്ങനെ സംഭവിച്ചു? അതെ, നീ കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്തോ അതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ഇതെല്ലാം വലുപ്പപ്പെടുത്തി കേമമാക്കി വെച്ചേക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അതിന് വില അന്നേരം മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് നിനക്ക് ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ കർത്താവിനോട് എന്തൊക്കെ ചെയ്യാനും കൊടുക്കാനും ഒക്കെ സാവകാശം കിട്ടിയാൽ അതെല്ലാം ചെയ്തോണം. എപ്പോഴും നമ്മുടെ പോക്ക് എപ്പോൾ സ്റ്റോപ്പ് ആകുമെന്ന് അറിയത്തില്ല ജീവിതം. ഹല്ലേലൂയ. എപ്പോൾ നീ അനങ്ങാൻ വയ്യാത്ത പോലെ കിടപ്പാകുമെന്ന് അറിയത്തില്ല. അപ്പോൾ നിനക്ക് നടന്ന് ആരാധനയ്ക്ക് വരാൻ കഴിയാതെ വരുമെന്ന് നിനക്കിപ്പോൾ അറിയത്തില്ല. ചാൻസ് തന്നിട്ടും കഥകൾ തുറന്നിട്ട് ഇറങ്ങിപ്പോകാത്ത ആ മുട്ടക്കോഴികൾ പെരുമാമന് വയറ്റി അധികം താമസിയാതെ പോകും. ഞാൻ കഥ തുറന്നിട്ടിരിക്കുക, ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് അത് കൊക്കൊക്കെ വെച്ചാൽ അകത്തേക്കുക, അകത്ത് തന്നെ ഇരിക്കുക. കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ട്. എനിക്ക് പ്രാർത്ഥനയാണ്. ഞാൻ കൂട്ടിലാണെങ്കിൽ എന്നെ പിടിക്കത്തൊന്നുമില്ല. അതിങ്ങനെ നോക്കിയാൽ ഞാൻ പോക്കോളൂ. ഇല്ല, കുറച്ച് കഴിഞ്ഞ് വാ പൊളിച്ച് മുഴുവൻ പിടിക്കും കളയും. അതുകൊണ്ട് ഒരു 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 മുന്നറിയിപ്പ് തരിക, വാണിംഗ് തരികയാണ് ഇന്ന് ദൈവമക്കളെ. ഒരു വാണിംഗാണ്. ആരാധനയ്ക്ക് മുഖ്യസ്ഥാനം കൊടുത്തോ, അതിന്ന് മുൻപോട്ട് പോകരുത്. ദൈവം അതിനായി നിങ്ങൾക്ക് കൃപ തരട്ടെ. യഹോവ ഭക്തനെ തനിക്ക് വേണ്ടി വാൾ തിരിച്ചിരിക്കുന്നറിവേ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. ആരുടെ പ്രാർത്ഥന? വിളിച്ചപേക്ഷ. ഭക്തന്റെ, വിശുദ്ധന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഹല്ലേലൂയ. വേർതിരിക്കപ്പെട്ട, ടിക്ക് ചെയ്യപ്പെട്ട ദൈവത്തിന്റെ ഭക്തന്മാരെ ദൈവം കേൾക്കും. ഈ ലോകത്തിൽ നിങ്ങളെ അവഗണിച്ചെന്നിരിക്കും, നിങ്ങളുടെ സ്വന്തക്കാരെ നിങ്ങളെ അവഗണിച്ചെന്നിരിക്കും. അവരൊരു വിലയും തരുന്നില്ല. കാര്യമല്ല, നീ ബന്ധക്കോസില്ല. സമുദായസ്ഥരായവരുടെ നടുവിൽ നമ്മൾ ചിലപ്പോൾ ഏകരായിരിക്കും. കുടുംബ പാരമ്പര്യത്തിൽ ഞാനോ നിങ്ങളോ ഒറ്റയ്ക്കായിരിക്കും ഇറങ്ങി വന്നിരിക്കുന്നത്. ഈ ഒരു നീയും ഭാര്യയും പിള്ളേരും മാത്രം. ബാക്കിയുള്ളവരല്ലേ അവരുടെ പഴയ പാരമ്പര്യത്തിലാണ്, പാരമ്പര്യ പള്ളികളിലായിരിക്കും. അപ്പോൾ നമ്മളെ ഒരു അവഗണനയാണ്. അങ്ങനെ പെന്തക്കോത്തിന് നമ്മുടെ ഒഫീഷ്യൽ കാര്യങ്ങൾക്കൊന്നും ആരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവർ ചോദിക്കും, ഇതാരാ? ഇത് ഞങ്ങളുടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവർ പറയാനൊരു മടിയാണ്. കാരണം അവർക്ക് നമ്മളെ കാണുമ്പോഴേ അറിയാം നമ്മൾ പെന്തക്കോസിലാണ്. മോന്നൊക്കെ നോക്കുമ്പോൾ കാണത്തില്ല, അറിയത്തില്ല. പെന്തക്കോസിലാണോ എന്ന് അടുത്ത ചോദ്യം വരും. അതെ, ഞാൻ പെന്തക്കോസിലെ പാസ്റ്ററാണ്. അത് ശരി.
ആ മോന്തയൊക്കെ അങ്ങനെ കാണാം. ഓ അത് ശരി. അവർക്ക് നമ്മളെ വലിയ കാര്യമൊന്നുമല്ലെന്നേ, അവഗണിച്ചിരിക്കുക. എന്നാൽ അതേസമയം വ്യഭിചാരിയാന്നേലും വേശ്യയാന്നേലും ദുഷ്ടരാന്നേലും ഏത് തോന്നിവാസക്കാരനാന്നേലും അവർക്കെല്ലാം ഒരു അവഗണനയില്ല, മുൻഗണനയാണ്. അവരെ അവിടെ സ്വീകരിക്കും. പെന്തക്കോസിലെ ഒരു ഭക്തന് അവർക്ക് വലിയ വിലയില്ലെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. എന്തുവാ 16-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ എന്താ വായിച്ചേ? ഭൂമിയിലെ വിശുദ്ധന്മാർ, ദൈവം പറയുക, അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണ്. മനുഷ്യൻ നിന്നെ ശ്രേഷ്ഠനെന്ന് കണക്കാക്കണം. അവൻ അവഗണിച്ചോട്ടെ. അവൻ നിന്നെ ഇപ്പം ഗണിച്ചത് കൊണ്ട് എന്താ വിശേഷമുള്ളത്? ഒന്നുമില്ല. അവൻ നിന്നെ വലുതായിട്ട് അയ്യോ ഒന്നാട്ട് പാസ് ഇന്ന് പറഞ്ഞിട്ട് എന്നാ വലിയ കാര്യം? പിന്നെ നമ്മുടെ ആ കുടുംബത്തിൻ്റെ ഒരു ലെവലുണ്ടല്ലോ, അതനുസരിച്ച് വരുമ്പോൾ നാം കുടുംബത്തിലെയാണ്, ലോകപ്രകാരമുള്ള കുടുംബം. അത് നമുക്ക് അംഗീകാരം വേണ്ടിയതാണ്, തരേണ്ടതാണ്. കാരണം ഇവിടെ ഒരേ രക്തമല്ലേ. അവിടെ നിന്നെ അവഗണിച്ച് മാറ്റി നിർത്തി വന്നിരിക്കും. നീ കർത്താവിനെ അറിയാൻ പോയ വിശുദ്ധനായതുകൊണ്ട്, ഭക്തിയിലായതുകൊണ്ട് അത് നീ വലിയ വില കൊടുക്കണ്ട. ബാക്കിയുള്ള ഗുണമില്ലാത്തതിനെ എല്ലാം പിടിച്ചുകൊണ്ട് പോട്ടെ. അത് ഞാൻ എടുത്തു പറഞ്ഞ അതിനകത്ത് വ്യഭിചാരിയെയും കൊണ്ടുപോകും, കള്ളുകൂടിയനെയും കൊണ്ടുപോകും, വേശ്യയ്ക്കും ചെല്ലാം, ആർക്കൊക്കെ ചെല്ലാം. അവരെ എല്ലാം കൈകൂപ്പി പിടിച്ച് ഒരുത്തി കയറി ഇരുന്നാട്ടെ എന്ന് പറയും. പക്ഷെ നമുക്ക് ആ സ്ഥാനമില്ല ഇവിടെ. കാരണം നമ്മളൊരു വേർതിരിക്കപ്പെട്ടവരാണ്. നമ്മളെ കർത്താവ് നമുക്ക് വേണ്ടി ടിക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുക. പ്രൈസോ. നമ്മളെവിടെ ചെന്നാലും അത് വെളിപ്പെടും. നമ്മളെ കാണുമ്പോഴേ അവർക്ക് മനസ്സിലാകും. നമ്മളതിനെ നെറ്റിക്ക് എഴുതിയിട്ടുണ്ടോ? ഇല്ല, നെറ്റിക്ക് എഴുതണ്ട. മുഖത്ത് നോക്കുമ്പോൾ അറിയാം ഒരു വിശ്വാസിയെ കാണുമ്പോൾ. നമ്മളൊരു വിശുദ്ധനാണ്. ഞാൻ ഇന്ന് സ്പെഷ്യലി ആദ്യം മുൾക്കൈ ഇടണമെന്നൊന്നുമില്ല കേട്ടോ. ഇന്ന് മുറിക്കൈ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ന് മുറിക്കാൻ നോക്കുമ്പോൾ ഞാനൊന്നും എല്ലാം കഴിയാനിപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും പറ്റത്തില്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട ഈ ഷർട്ടാണ്. ഞാൻ ഇത് ഒന്നും ഇട്ടാലും കുഴപ്പം, ഒരു കുഴപ്പമില്ല. അത് ഫുൾ കൈ ഉണ്ടല്ലേ ഭക്തനാകത്തോളം. ഇല്ല, ഭക്തി ഇതിനകത്തല്ല ഇരിക്കുന്നത്. നെറ്റിയിൽ എഴുതിയിട്ടില്ല. എന്നെ കാണുമ്പോൾ ഈ ഭക്തനാണെന്ന് മനസ്സിലാവും. എന്നാലും മാതൃകയായിരിക്കണം എന്ന് പറഞ്ഞാൽ നല്ല നിലവാരത്തിലുള്ള ഒരു രീതിയിലായിരിക്കണം. കഴുവാവരെയും ചട്ടും കണ്ണഞ്ചിക്കുന്ന വേറെ കളറ്, കണ്ണഞ്ചിക്കുന്നില്ല, എന്താ കളറായി, അതൊന്നും ഇട്ടുകൊണ്ട് ഒരു ഭക്തൻ നിൽക്കാൻ പാടില്ല. പൈസ അല്ലേ. ഇപ്പം ഞാനിതെല്ലാം കൂടെ ബട്ടറെല്ലാം കൂടെ തുറന്ന് ഇങ്ങനെ മനത്തിൽ കിട്ടാൻ അല്ലേ എന്ന് പറഞ്ഞാൽ അത് തെറ്റായ കാര്യമാണ്. അത് പാടില്ല. ഇതൊക്കെ ഫുൾ ആയിട്ട് മുഴുവൻ ബട്ടൺ വിട്ടിട്ട് നിൽക്കുക. കൈ ഇവിടത്തോട്ട് താഴെ കാണുന്നുണ്ടെന്നുള്ളൂ, അതിന് കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ തുറന്നിട്ട് കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് ദാറ്റ് ഈസ് റോങ്. സംസ്കാരശൂന്യമാണ്. അതുകൊണ്ട് അതൊന്നും പാടില്ല. അതായത് ദൈവം അപ്പോൾ ഭക്തന്മാരെ സ്പെഷ്യലി ദൈവം തനിക്ക് വേണ്ടി ക്രമീകരിച്ച് ടിക്ക് മാർക്കിട്ട് അടയാളപ്പെടുത്തി വെച്ചിരിക്കുക. നിന്റെ മേൽ അടയാളമുണ്ട്. അപ്പോസ്തലൻ പൗലോസ് പറയൂ, അവൻ്റെ നാമം എൻ്റെ നെറ്റിമേലുണ്ടെന്ന്. ദൈവത്തെ ക്രിസ്തുവിൻ്റെ നാമം, അവൻ്റെ ചൂടടയാളം ഞാൻ വഹിക്കുന്നുവെന്ന്. ആ അടയാളം ഉണ്ടല്ലോ, ദൈവം തനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്ക് അതിൽ നമുക്ക് പുകഴാം നമ്മളെ വേർതിരിച്ചിരിക്കുന്നത് കൊണ്ട്. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. എനിക്ക് ഭക്തന്മാർക്ക് ദൈവത്തിൽ വലിയ ഉറപ്പുണ്ട്, നമ്മൾ വിളിച്ചാൽ കേൾക്കും എന്ന്. ഞങ്ങൾ നമ്മളിപ്പം പല കാര്യങ്ങൾ സംസാരിക്കും. ഞാനൊരു കാര്യം സംസാരിക്കുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ എപ്പോഴും പറയാറുണ്ട്. എങ്ങനെയാമോ, രക്തസഭക്കാരി സ്ത്രീ 12 വർഷമായി ഏറിയൊന്ന് സഹിച്ചു സകല വൈദ്യന്മാരാലും. ഞാനോർത്ത് ഈ സകല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കും, അവിടെ അങ്ങ് താമസമാണ്. ഓരോ ഡോക്ടർ മെഡിക്കൽ കോളേജാണെന്ന് പറയും വേണ്ട. ഡോക്ടർമാർ പഠിക്കുന്ന പിള്ളേരെല്ലാം മാറി ഓരോ സംഘമാണ് വരുന്നത്. ഓരോ പേഷ്യൻ്റ് എടുത്തുന്ന അവർ പഠിക്കുക. ഇവിടെ വേദനയുണ്ടോ, ഇവിടെ വേദനയുണ്ടോ, ഇവിടെ വേദനയുണ്ടോ, അയ്യോ ഈ അയ്യോ വെക്കുന്നല്ല അവർക്ക് വിഷയമാണോ? അവർ പഠിക്കുകയാണ്, നിന്നെ ഇട്ട് പഠിക്കുക. ഏറിയോന്ന് സഹിച്ചു സകല വൈദ്യന്മാരാണ്.
ഞാൻ അങ്ങനെയാണ് എൻ്റെ ചിന്ത പോയത്. ആസ്പത്രി ജോലി ചെയ്തായതുകൊണ്ടായി പറയുന്നത്. ഒരു മൊബൈൽ എക്സ്റേ എടുക്കാൻ വേണ്ടി മെഷീനും കൊണ്ട് പോയിരിക്കുക. വാർഡിലാണ് ചെന്നിരിക്കുന്നത്. ചെല്ലുമ്പം ആ രോഗിയെ എനിക്ക് എക്സ്റേ എടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ മാറി നിൽക്കുക. ഡോക്ടർമാരെല്ലാം കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ പോയിട്ട് വേണമെങ്കിൽ എക്സ്റേ എടുക്കാൻ. ഞാനങ്ങനെ നോക്കിയിരിക്കുക. ഇവർ പഠിക്കുക, ഇവരെയൊക്കെ കുത്തുക. ഇവിടെ വേദനയുണ്ടോ, ഇവിടെ വേദന, അവർ അയ്യോ അയ്യോ വെക്കുക. ഇവർ ശ്രദ്ധിക്കുന്നു. അയ്യോ അവർക്ക് വിഷയമല്ല, അവർക്ക് പഠിക്കണം. അതൊരു പിന്നെയും കുത്തി. ഇവരെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, സിസ്റ്ററെ നിങ്ങൾക്ക് എന്താണ് അസുഖം? ഇവിടെ ഒരു മുഴയാണ്. അത് ശരി, ഓപ്പറേഷൻ കഴിഞ്ഞോ? ഇല്ല, ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയാണ്. അതിന് അവരിട്ട് കുത്തുകയല്ലേ. എനിക്ക് ഭയങ്കര വേദനയാണ് വയറ്റിൽ. എനിക്ക് വലിയ സഹതാപം തോന്നി അവരോട്. എന്തോ പറയാം. ഇതാണ് ഞാനപ്പോൾ ഇതുമാറി തട്ടിച്ച് നോക്കുമായിരുന്നു. ഏറിയോന്ന് സകല വൈദ്യന്മാരാരും സഹിച്ചത്. അതുകൊണ്ടുണ്ടാകുന്ന സംഭവമാണ്. പക്ഷേ ആ സ്ത്രീയെ യേശു അപ്പുറത്തുള്ള ആ മെയിൻ റോഡിൽ കൂടെ വലിയ ജനക്കൂട്ടത്തോട് ചേർന്ന് യാത്ര ചെയ്യുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു കേൾവി കേട്ടു. ആ കേൾവി എങ്ങനെ? ആ ചെറിയ കൂടാരത്തിൽ ആ ഭിത്തിയുടെ സൈഡിലുള്ള ആ ജനലറമ്പിലുള്ള കയറുകെട്ടിലേക്ക് ഇവരിങ്ങനെ ഒരു പേക്കോലമായിട്ടിരിക്കുക. 12 വർഷമായി രക്തസ്രവമാണ്. ചോര വീഴാൻ പോയി. എല്ലും തൊലിയുമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് പെണ്ണുങ്ങളെല്ലാം കൂടെ ഓടിപ്പോവുക. അവിടെ അരപ്പ് കേൾക്കുന്നു. നിങ്ങൾ എവിടെ പോവുക? യേശു താണ്ട് അതേ റോഡിൽ കൂടെ വരുന്നുണ്ട്. പെട്ടെന്ന് യേശുവിനെ കുറിച്ച് കേട്ട് ഉറപ്പുള്ള ആ സ്ത്രീ പറഞ്ഞു, എന്നെ കൂടെ കൊണ്ടുപോകാമോ? ഞങ്ങൾക്ക് പറ്റുകയില്ല. നിങ്ങൾ പുറകെ ഓടിപ്പോയി. ഞങ്ങൾക്ക് പോകാൻ വയ്യ. ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ നിന്നാൽ ഞങ്ങൾക്ക് അവിടെ എത്താനൊക്കത്തില്ല. അവിടെ എന്താ സംഭവിച്ചു? അവർ കൊണ്ടുപോയില്ല. ഭർത്താവ് മുറ്റത്തുണ്ട്. എന്താ ചെയ്തുകൊണ്ടിരിക്കുക? 2-3 ഈന്തപ്പനയുണ്ട്. അതിൽ തടവെടുത്തോണ്ടിരിക്കുക. മുട്ടാളന്മാർ പിള്ളേരും അപ്പൻ്റെ കൂടെ നിൽപ്പുണ്ട്. ദേ കേട്ടോ, യേശു അതുവഴി പോകുന്നു, സുഖമാക്കും. എന്നെ ഒന്ന് കൊണ്ടുപോകാമോ? പൊടി, എന്നെ കൊണ്ടുപോകാൻ. എന്താ കൊണ്ടുപോകാത്തേ? അവന് പ്രമാണം അറിയാവുന്നവനാണ്. രക്തസ്രവക്കാരി സ്ത്രീ പൊതുജനമധ്യേ പോകാൻ പാടില്ല. അതാണ് ന്യായപ്രമാണം. എടി നീ എന്താ ഈ പറയുന്നത്? എന്നെ കൊണ്ട് പറ്റത്തില്ല. മക്കളോട് ചോദിച്ചു, മേഡം ഒന്നു മോനെ, എടാ എന്നെയാണ് മരം പപ്പ പറഞ്ഞില്ലേ പറ്റത്തില്ല, ഞങ്ങൾക്കും പറ്റിയില്ല. ആ സ്ത്രീ മടിച്ചില്ല കേട്ടോ. അവരുടെ എതിർപ്പുകൾ അവളെ മാറ്റി നിർത്തിയില്ല. ആ മൂലക്കിരുന്ന പൊടി അവളെ കയ്യിലെടുത്തു. ആ കട്ടിൽ നിന്ന് ചാടയിറങ്ങി പഴയ കുത്തി മുമ്പോട്ട് വന്നു. പടി ഇറങ്ങി മുറ്റത്തേക്ക് വന്നു. നീ എവിടെ പോയി? ഞാൻ ആ വഴി കൂടി യേശു പോകുന്നുണ്ട്. ഞാൻ ആ ജനക്കൂട്ടത്തെ നടുവിലേക്ക് പോവുകയാണ്. ഞാൻ സുഖമായി മടങ്ങി വരും. നിങ്ങൾ കണ്ടു, ഇവർ യാത്ര ചെയ്യാണ്. ഒരു നിർജ്ജന പ്രദേശമാണ്. അപ്പുറം ഒരു ഫീൽഡാണ്, ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിനപ്പുറയാണ് ഈ റോഡ്. ആ സ്ത്രീ വഴിയെ കുത്തി ഇങ്ങനെ നടന്നു പോവുകയാണ്. വെറും എല്ലും തുനിയ. അവർ നടന്നു പോകുന്നത് ഇവർക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഈ ഭർത്താവും പിള്ളേർ. നീ വീഴും, നീ പോകല്ലേ, ശ്രദ്ധിക്കാതെ ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ജനക്കൂട്ടത്തിന് നടുവിലേക്ക് ചെന്ന വഴിയിലേക്ക് ഇവരങ്ങ് കയറി. ജനമത്തെ എന്നിട്ട് ആൾക്കാർ പറഞ്ഞു, സ്ഥലം തരണേ. അവിടെ കുണി ആ വഴിയിൽ കൂടി നിൽക്കുക. ചില സ്ഥലം തരണേ, ഞാൻ മുമ്പോട്ടൊന്ന് പോട്ടെ യേശുവിൻ്റെ അടുക്കൽ. മാറിക്കോട്ടെ. ആൾക്കാർ മാറി കേട്ടോ. ഇവർ വേഗം യേശുവിൻ്റെ അടുക്കലെത്തി. യേശുവിൻ്റെ പുറകിൽ ചെന്ന് നിന്നപ്പോൾ അവളെ കുറച്ച് ദൂരം മുട്ടയെ നീന്തിയാ പിന്നെ നടക്കാൻ വയ്യ. മുട്ടയിലായി. മുട്ടെല്ലാം മുറിഞ്ഞ് ചോര അവിടുന്ന് ഒലിക്കുന്നുണ്ട്. പുറകിൽ ചെന്ന് നിന്നിട്ട് ശിഷ്യന്മാർ പുറകിൽ കൈ കോർത്ത് പിടിച്ച് യേശുവിന് ദേഹത്താരും മുട്ടാതിരിക്കാൻ കൈ കോർത്ത് പിടിച്ചിരിക്കുക. അതിന് മുമ്പിലാണ് യേശു. ശിഷ്യന്മാരോട് ചോദിച്ചു, എന്നെ അപ്പുറത്തോട്ടൊന്ന് വിടാമോ? യേശുവിന് മുമ്പിലോട്ടൊന്ന് വിടാമോ? എനിക്ക് വയ്യ. ഇപ്പം പറ്റത്തില്ല. അത് ഞങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞിനെ സുഖമാക്കുന്നതോട് പോവുകയാണ്. അവിടെ വന്നാൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പം ചാൻസ് കിട്ടിയും. ഇവർക്ക് എന്ത് ചെയ്യാനൊക്കെ ഇവർ സമ്മതിക്കത്തില്ല. ശിഷ്യന്മാർ സമ്മതിക്കുന്നില്ല. അവരൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ എൻ്റെ കൈ നീട്ടി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്തൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അത് മതി. ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല. ഇവർ പുറകിൽ വന്ന് മുട്ടയിൽ നിന്നുകൊണ്ട് കൈ നീട്ടി
യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് തൊട്ടു. പെട്ടെന്ന് ശക്തി യേശു നമ്മളിലേക്ക് വ്യാപരിച്ചു. ശക്തി വ്യാപരിച്ചത് യേശു ശരീരത്തിൽ അറിഞ്ഞു. ആരോ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്, ആരോ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. യേശു അവിടെ നിന്നും മുമ്പുള്ള യാത്രയെല്ലാം സ്റ്റോപ്പായി. ആ പ്രൊസഷൻ സ്റ്റോപ്പായി. ജനം പുറകെ നോക്കി, എന്താ പറ്റിയേ, മുമ്പോട്ട് നടക്കുന്നില്ലല്ലോ. ഒരു സ്ത്രീക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആ സ്ത്രീ, കൂനിന്ന സ്ത്രീ എഴുന്നേറ്റ് നിന്നു. യേശു ചുറ്റി നോക്കുകയാണ്, ആരാണ് വിടുതൽ പ്രാപിച്ചത്. ഹല്ലേലൂയ. സ്ത്രീക്ക് മനസ്സിലായി അവൾ മറഞ്ഞിരിക്കുന്നില്ല എന്ന്. പെട്ടെന്ന് പറഞ്ഞു, ഞാനാണേ അങ്ങയെ തൊട്ടത്, അങ്ങയുടെ വസ്ത്രം തൊട്ടത് ഞാനാണ്. പെട്ടെന്ന് ശിഷ്യന്മാർ തിരിഞ്ഞു നോക്കി, ഇവിടെ നിങ്ങളല്ലേ ഇവിടെ കൂനി താഴെ നിന്ന്? അതെ, ഞാനായിരുന്നു. യേശുവിൻ്റെ വസ്ത്രത്തെ ഞാൻ തൊട്ടു, എനിക്ക് സൗഖ്യം വന്നു. ഞാനിപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്, എനിക്ക് ബലം കിട്ടി, എനിക്ക് സൗഖ്യം കിട്ടി, എൻ്റെ രോഗം മാറി. ഹല്ലേലൂയ. പെട്ടെന്ന് അവർ പറഞ്ഞു, മുമ്പോട്ട് വരാൻ പറഞ്ഞു. യേശുവാണ് വിളിക്കുന്നത്, മുമ്പോട്ട് വാ. അവർ മാറിക്കൊടുത്തു. ഇപ്പം കണ്ട മുമ്പിൽ വന്നല്ലോ, മറ്റേ മുമ്പോട്ട് വിട്ടില്ല. ഞാനാണ് അങ്ങയുടെ വസ്ത്രം തൊട്ടു, ഞാനാണ്, എൻ്റെ രോഗം മാറി, സൗഖ്യമായി. കർത്താവ് പറഞ്ഞല്ല, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. പൊക്കോളാൻ പറഞ്ഞു, ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. പ്രൈസ്. ദൈവം നിനക്ക് ഒരു നന്മ ചെയ്താലുണ്ടല്ലോ, ഒരു വിടുതൽ തന്നാൽ അത് പ്രകീർത്തിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിന് മുമ്പിൽ വന്ന് അത് പരസ്യമായി പറയേണ്ടത് ആവശ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവളത് പറഞ്ഞതാണ് കർത്താവിന് ഒത്തിരി സന്തോഷമായി. നേരെ മറിച്ച് വിടുതൽ പ്രാപിച്ചപ്പം അവിടുന്ന് നേരെ പുറകോട്ട് ഇറങ്ങി ആ ഗ്രൗണ്ട് കിടന്നങ്ങ് വീട്ടിൽ ചെല്ലാൻ, കണ്ടോ എനിക്ക് സുഖമായത് കണ്ടോ എന്ന് വേണേൽ അവരോട് ചാടിക്കുത്തി പറയാമായിരുന്നു, ഭർത്താവിനോടും പിള്ളേരോടും. അല്ല, അവിടെ നീക്കിയാണ് കർത്താവിന് മുമ്പിൽ വന്നത് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവപൈതലേ, വരും ദിവസങ്ങളിലും നമുക്ക് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയുള്ളവരായി, തികഞ്ഞ വിശ്വാസമുള്ളവരായി, കർത്താവിൽ 100% വിശ്വാസമുള്ളവരായി നമുക്ക് ജീവിതത്തിൽ മുന്നേറണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യഹോവ ഭക്തന്മാരെ തനിക്ക് വേണ്ടി വേർതിരിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ അങ്ങനെയുള്ളൊരു കാര്യം കൊണ്ട് ഓർത്തണം, നടുങ്ങുവേ. ഇത് പൊതുവായുള്ള ഒരു ദൂത കേട്ടോ. നടുങ്ങണം. എന്തതിനു മുമ്പിൽ? പാപത്തിന് മുൻപിൽ. ഒരു പാപ വിഷയം മുമ്പിൽ വരുമ്പോൾ ഞെട്ടണം. പാടില്ല, മാറിപ്പോ, ഒഴിഞ്ഞുപോ. ഹല്ലേലൂയ. ഭക്തൻ, വിശുദ്ധൻ പാപത്തിന് മുമ്പിൽ ഞെട്ടിത്തിരിഞ്ഞ് മാറിക്കളയും. ഹല്ലേലൂയ. ഓ ഗ്ലൂറാമ ലസര അർദ്ധഘനാരസ്യ ജീരബസികന്ദര. ഹല്ലേലൂയ. മതിയെന്ന് നമുക്ക് മിച്ചമുള്ളത് ഈ വിശ്വാസം വിശുദ്ധിയേ ഉള്ളൂ. അതും മതിയെന്ന്. കർത്താവ് ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. കർത്താവ് ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടെന്ന്. യേശു മാത്രം നമുക്ക് മതി. അവനുണ്ടെങ്കിൽ നമുക്ക് സകലതുകൊണ്ട് ദൈവമക്കളെ നമ്മൾ സമ്പന്നരാണ്. യേശു ഉണ്ടെങ്കിൽ നാം എല്ലാം ഉള്ളവരായി സമ്പന്നരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപത്തിന് മുമ്പിൽ നടുങ്ങണം. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ചും മൗനമായിരിക്കും. കിടക്കയിൽ കിടക്കുമ്പോൾ ചിലർ ചിന്തിക്കുക, നിന്റെ ചിന്ത എവിടൊക്കെയാ പോകുന്നേ? വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചു പോകുമല്ലേ? വിശുദ്ധനെ, ഭക്തനെ, പരിശുദ്ധമാവ് നിന്നോട് പറയുന്നു, കിടക്കമേൽ ദൈവത്തെ ധ്യാനിച്ച് മൗനമായി ഉറങ്ങാൻ നോക്കൂ. ഹല്ലേലൂയ. നിശബ്ദമായി ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് കിടക്കുന്ന വേഗം ഉറക്കം വരും. ഹല്ലേലൂയ. മനസ്സിനെ സ്വസ്ഥമായി സൂക്ഷിക്കുക, സ്വൈര്യമായി സൂക്ഷിക്കുക നമ്മൾ തന്നെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വേഗം ഒരു വാക്കുകൂടെ വായിച്ച് വിടാൻ പോവുകയാണ്. അതിന് 7ാമത്തെ വാക്യം, ധാന്യവും വീഞ്ഞു വർദ്ധിച്ചപ്പോൾ അവർക്ക് ഉണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു കൃഷിക്കാരന് അവൻ്റെ കൃഷിസ്ഥലം നന്നായി വളർന്നു. അത് യവമാകട്ടെ ഗോതമ്പാകട്ടെ
നന്നായി വിളഞ്ഞു, ഒത്തിരി വിളവ് കിട്ടി. ധാന്യം വിളഞ്ഞു ഒത്തിരി. വീഞ്ഞ്, മുന്തിരി തോട്ടത്തിൽ ആ മുന്തിരി എല്ലാം ശരിക്കും കായ്ച്ച് നന്നായി പഴുത്ത് ഒത്തിരി ഉണ്ടായി. അപ്പം പറഞ്ഞ അതിലൊക്കെ ഉള്ള തന്നെ ലഭിക്കുന്ന സന്തോഷത്തിൻ്റെ അപ്പുറം സന്തോഷമാണ് എനിക്ക് യഹോവയിൽ ലഭിച്ചിരിക്കുന്നത്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കൊക്കെ അത് ചെയ്യുന്നവർക്കുണ്ടാകുന്നതിലും അധിക സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നീ തന്നിരിക്കുന്നു. ഭക്തന്മാരെ, വിശുദ്ധന്മാരെ, ഇത് പകൽക്കാലം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറ, ഹല്ലേലൂയ. ഒരു കൃഷിക്കാരന് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷം യഹോവയായ ദൈവം എൻ്റെ കർത്താവിന്റെ ഉള്ളത്തിൽ തന്നു. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. കാരണം അത് ഈ ധാന്യവും വീഞ്ഞും ഒക്കെ താൽക്കാലികമാണ്. അതൊക്കെ ഇവിടെ കൊണ്ട് തീരും. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഇത് വന്നിരുന്നിരിക്കും. ലലിയ പുഴു കടിച്ചു പോകും, മുഞ്ഞയെ അഴിച്ചു പോകും, മുഴുവൻ തട്ടിപ്പോകും, അല്ല ചാടി വരും. എന്നാൽ എനിക്ക് ആർക്കും കൊണ്ടുപോകാൻ വയ്യാത്തൊരു സന്തോഷം എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആർക്കും ഈ സന്തോഷം എടുത്തു കളവാൻ കഴിയത്തില്ല. അധികം സന്തോഷം എനിക്ക് നീ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധന്മാരൊക്കെ രാത്രി കിടക്കുമ്പോൾ സമാധാനത്തോടെ കിടന്നുറങ്ങും. അവർ സമാധാനത്തോടെ ആയിരിക്കും കിടന്നുറങ്ങുന്നത്. യഹോവേ, നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഹല്ലേലൂയ. എത്രയും താമസമില്ല ആ കർത്താവ് വരും. അവനൊരിക്കലും മാറത്തില്ല കേട്ടോ. അവൻ മാറത്തില്ല. ആരൊക്കെ മാറിയാലും ഒരിക്കലും മാറാത്ത ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒരു പാട്ടിൻ്റെ ഒരടി പാടാം, നമുക്ക് ഒരുമിച്ച്. അങ്ങനെ ഇന്നത്തെ വചന സൃഷ്ടിയിൽ യോഗവും അവസാനിക്കാൻ വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അവൻ വാക്കും മാറുകില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അവൻ വാക്കും മാറുകില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കാരം എൻ്റെ മേൽ ഉയർന്നെന്നാലും, എന്നെ തകർപ്പാൻ ശത്രുവിൻ കാരം എൻ്റെ മേലുയർന്നെന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എൻ്റെ നേരെ തിരിഞ്ഞെന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എൻ്റെ നേരെ തിരിഞ്ഞെന്നാലും, ഇല്ല, ഞാൻ തളരുകയില്ല. ഇല്ല, ഞാൻ പതറുകയില്ല. എൻ്റെ യേശു ജീവിക്കുന്നു. ഇല്ല, ഞാൻ തളരുകയില്ല. ഇല്ല, ഞാൻ പതറുകയില്ല. എൻ്റെ യേശു ജീവിക്കുന്നു. കർത്തൃസന്നിധിയിൽ എല്ലാവരും വിനയപ്പെടുത്തിക്കാട്ടും. എല്ലാവരും ദൈവത്തിൽ തീരുമാനമെടുക്കണം. പാപത്തെ സ്നേഹിക്കത്തില്ല, പാപത്തോട് പറ്റുമാനം കാണിക്കത്തില്ല. ഞാൻ കർത്താവിൻ്റെ ഒരു വിശുദ്ധനായി തന്നെ, ഒരു വിശുദ്ധ ദൈവപൈതലായി തന്നെ, ഒരു വിശുദ്ധ സഹോദരിയായി ഞാൻ മുമ്പോട്ട് ജീവിക്കും. ആ ഒരു തീരുമാനം ഇന്ന് പകലെടുക്കണം. താൻ്റെ വചനം നമുക്കങ്ങനെ തന്നിരിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് വലിയ അനുഗ്രഹം വരും ദിവസങ്ങൾ പകരും. ഹല്ലേലൂയ.